ശ്രീമതി രാഖി രവികുമാർ, ഇവിടെ ഈ സ്ത്രീ സൗഹൃദം എന്ന് പറയുന്ന തരത്തിൽ എന്തൊക്കെ സമിതികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ജനകീയ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുകയാണ്? എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഒരു അഭിഭാഷക കൂടിയാണ് ശ്രീമതി രാഖി. നന്നായിട്ടറിയാം, ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു സ്ത്രീക്ക് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് കേരളത്തിലെ എത്ര സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം? ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുന്നിലാണ് എന്ന് വാദിക്കാം. പക്ഷേ അടിസ്ഥാന വിഭാഗത്തിലുള്ളവർ സ്ത്രീകൾക്കുൾപ്പെടെ ഈ നിയമവ്യവസ്ഥ നൽകുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇന്ന സമിതിയെ സമീപിച്ചാൽ തങ്ങൾക്ക് നീതി ലഭിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാൻ പോലും കഴിയാത്ത അവസ്ഥയും സാഹചര്യവുമല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? എനിക്ക് നിങ്ങളെല്ലാം വളരെ ഈ കേരളത്തെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടെടുത്ത ഒരു 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 ടോപ്പിക്കാണ് എന്നാണ് പലപ്പോഴും ഇതിനെ തോന്നിയത്. ഇവിടെ എനിക്ക് രോഹിണി സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റു പല ഇവിടെ നേരത്തെ സംസാരിച്ച ബഹുമാനിയായിട്ടുള്ള നസ്രത്ത് മാഡം സംസാരിക്കുന്നു. എല്ലാവരും എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ മാത്രമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു? ഇവിടെ ചർച്ച ചെയ്ത വിഷയം ജാഗ്രതാ സമിതികളുടെ കാലം. കേരളത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങളെ പോലെ മറ്റേത് സംസ്ഥാനത്തും നിങ്ങൾക്ക് അടിവരയിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയായിട്ട് പറയും. ഇവിടെ ആശാ വർക്കർമാരുടെ സമരം സൂചിപ്പിച്ചു. ഈ ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്ന് നടത്തുന്ന ഒരു സംസ്ഥാനവും ഏറ്റവും നന്നായി, ഒരുപക്ഷെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നേ കൊടുക്കുന്ന തുകയെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ന്യായമായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിലാണ്. എന്നാൽ പല വിഷയങ്ങളിലും ഇപ്പം വയനാട്ടിലെ ട്രൈബൽ പീപ്പിളിനെ കുറിച്ചുകൂടെ സംസാരിച്ചു. വയനാടിൻ്റെ ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് സംസാരിച്ച നവ്യയെടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മണിപ്പൂർ എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവിടെയാണ് പെൺകുട്ടികൾ പരസ്യമായി വിവസ്ത്രരായി ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടത്തിക്കൊണ്ടുപോയി പരസ്യമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. നിങ്ങൾക്ക് അവർക്ക് വികാരം തോന്നുന്നില്ലേ? ഈ പറയുന്ന ഡൽഹിയിൽ വളരെ അഭിമാനത്തോടെ സംസാരിച്ചല്ലോ, 2500 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു, ബസ് യാത്ര ചെയ്യാൻ പറ്റുന്നു. അവിടെയാണ് രാത്രികാലത്ത് പെൺകുട്ടിയെ ബസ്സിൽ പീഡിപ്പിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവളുടെ രഹസ്യഭാഗങ്ങളിൽ പോലും ഇരുമ്പുലക്കകൾ പോലെ അടിച്ചു കയറ്റി എന്തെല്ലാം ക്രൂരമായിരുന്നു ആ പീഡനങ്ങൾ. അതിനുശേഷമാണല്ലോ നമ്മൾ കൂടുതൽ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്ക് കൂടുതൽ ബലം കൊടുത്തത്. 354 തന്നെ പല സബ്സെക്ഷൻസുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്ത് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ ക്രൈം നമ്പേഴ്സ് കൂടുതലാണ് കേരളത്തിലെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ മനസ്സും അതോടൊപ്പം കഴിയുന്നതുമായിട്ടുള്ളൊരു സാഹചര്യം ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ്? നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ UP-യിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും BJPയുടെ MP-മാരാണ് പല ക്രൂരകൃത്യങ്ങൾക്കും, MLA-മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് പരസ്യമായി ക്രൂരമായി പീഡിപ്പിച്ച് പെൺകുട്ടികളെ കൊന്നിട്ട് അത് കണ്ടു നിൽക്കുന്നവരെ പോലും മറ്റൊരു സാക്ഷിമൊഴി പറയാതെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥ, അവരെ ഇല്ലാതാക്കുന്നു, കത്തിച്ചു കളയുന്നു. കദ്വയിൽ നടന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് വളരെ 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 വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ സാർവദേശീയ വനിതാ ദിനം, മുന്നേറ്റത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായി സ്ത്രീകൾ സഞ്ചരിക്കാൻ തുടങ്ങിയ ഓർമ്മപ്പെടുത്തലുകളുടെ ദിനമാണ്. ആ ദിനത്ത് നിങ്ങൾ കേരളത്തിൽ വന്ന് സ്ത്രീകൾ ഇവിടെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൈമുകളെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ത്രീ സമൂഹത്തിന് മുന്നേറാൻ വേണ്ടി നമ്മുടെ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം തുല്യതയും നീതിയും പദവിയും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ മോദി ഗവൺമെൻറ് ഇവിടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കി. ആ ബില്ലിൽ പറയുന്നതിനകത്ത് എന്തടിസ്ഥാനമാണുള്ളത്? ഒരു സെൻസസ് നടത്തിയതിന് ശേഷം പ്രാവർത്തികമാക്കാൻ നിൽക്കുന്നു. ഈ സെൻസസിൽ ഇപ്പോൾ പ്രയോഗിച്ച നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ പോലും 5 രൂപ കണ്ടെത്തിയിട്ടില്ല. ആ സെൻസസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ആരെയാണ് നോക്കി കൊഞ്ഞണം കാണിക്കുന്നത്? കേരളത്തിലെ സ്ത്രീകളെ നോക്കി അഭിമാന പുരസ്സരം എനിക്ക് പറയാൻ പറ്റും. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ അവർക്കുറക്കെ ചിന്തിക്കാനും സംസാരിക്കുവാനും അവർക്ക് കഴിവും കെൽപ്പുമുള്ളവരാണ് ഈ കേരളത്തിലെ സ്ത്രീകൾ എന്ന് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തോടും. നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം മൊണാലിസ കുംഭമേള നടന്നു. കുംഭമേളയിൽ ഒരു പെൺകുട്ടി മാല വിൽക്കാൻ വന്നവളെ അവസാനം ഇവിടെ ബോച്ചെ എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ജുവലറിയിലെ ബഹുമാന വ്യക്തി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ പരിചയപ്പെടുത്തി. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളായി വന്നു. ഈ പെൺകുട്ടി
പെൺകുട്ടി എന്താ 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളിപ്പോൾ അക്ഷരം പഠിക്കാൻ സ്കൂളുകളിൽ പോവുകയാണ്. ഇപ്പോൾ അവൾ പഠിക്കുകയാണ്. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ. അങ്ങനെ പോകുന്ന നാട്ടിലാണ് കേരളത്തിൽ അതില്ല, ജാഗ്രതാ സമിതിയില്ല, ഫയലിംഗ് ഇല്ല, അതില്ല ഇതില്ല എന്ന് ഡിസ്കസ് ചെയ്ത് ഇത്ര മോശകരമായിട്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത് തീർത്തും ലജ്ജാകരമാണ്. ഈ ചർച്ചയുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങളെല്ലാം വളരെ ഓപ്പൺ അപ്പ് ആവണം. നമ്മൾ സംസാരിക്കുന്നതും ഇന്ന് ചർച്ച ചെയ്യുന്നതും സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് പോരാട്ടങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഭക്ഷണവും വസ്ത്രവും ജീവിക്കാനുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ ശുദ്ധജലവും ശുദ്ധവായുവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ സമൂഹത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇനിയും നമുക്കുറക്കെ എങ്ങനെ ചിന്തിക്കാം. അവൾ പുഴുവല്ല, അവൾ അന്തസ്സുറ്റ ജീവിതം നയിക്കേണ്ടവളാണ്. ഈ സമൂഹത്തിൽ നമുക്കറിയാം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന എത്രയോ സംസ്ഥാനത്തെ പല സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളുള്ള ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾ ഫയലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ ജാഗ്രതാ സമിതികൾ, കേരളത്തിൽ എന്താണ് ഇവിടെ ഒരു സാമൂഹ്യ സുരക്ഷാ വകുപ്പ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ എന്തെല്ലാം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കുവാൻ, അവർക്ക് നീതിയുടെ വ്യവസ്ഥയിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള നീതി നിയമങ്ങൾ സംരക്ഷണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സമിതികൾ ഇവിടെ വനിതാ കമ്മീഷനും അതോടൊപ്പം തന്നെ വനിതാ ജാഗ്രതാ സമിതികളും. ഇന്നിപ്പോൾ നിങ്ങൾ തലസ്ഥാന നഗരിയിൽ കേരളത്തിന് ഒരു അവാർഡ് തന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾക്കൊരു അവാർഡ് കൊടുക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ ജാഗ്രതാ സമിതി കൃത്യമായി പ്രവർത്തിപ്പിക്കുന്ന ജില്ല അല്ലെങ്കിൽ കോർപ്പറേഷനായ തിരുവനന്തപുരം നഗരസഭ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. എന്നാൽ ഞാൻ പറയില്ല സ്ത്രീ സമൂഹം കേരളത്തിൽ പൂർണ്ണമായും സുരക്ഷിതരാണ്, നമ്മുടെ രാജ്യത്ത് സുരക്ഷിതരാണ്, ഒരിക്കലുമല്ല. ഒരുപാട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ആ സഞ്ചാരത്തിൽ രാഷ്ട്രീയമല്ല, ആ സഞ്ചാരത്തിൽ ജാതിയല്ല, ആ സഞ്ചാരത്തിൽ മതമല്ല, ആ സഞ്ചാരത്തിൽ പ്രാദേശികവാദമില്ല, ആ സഞ്ചാരത്തിൽ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടാണ്. അവളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവളുടെ അന്തസ്സ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവൾക്കിവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവളുടെ മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു പൊതുസമൂഹം ഈ രാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്തില്ലാതാവണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ദിനമാണ് ആ ദിനം ഓർമ്മിപ്പിക്കപ്പെടാൻ മാത്രമാണ് നമ്മുടെ വനിതാ ദിനങ്ങൾ ആഘോഷിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ലാതെ ഇത്രയും ചെറുതായി നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും മോശകരമായ ഒരു അവസ്ഥയിലേക്കും കേരളത്തിലെ കോവളത്തൊരു ടൂറിസ്റ്റ് വനിത പീഡിപ്പിക്കപ്പെട്ടുവെന്നും അതോടൊപ്പം ഇവിടെ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു നിങ്ങൾ അങ്ങനെ നമുക്ക് അന്തസ്സും അഭിമാനവും വളർത്തുന്നതിന്റെ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. ആശാ വർക്കർമാര് ഈർക്കിൽ പാർട്ടി എന്നും ബക്കറ്റ് പിരിവുമെന്നും ഒക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരെ രാഷ്ട്രീയമായി തന്നെ വിമർശനം ഉന്നയിക്കാതെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ തന്നെ ശ്രീമതി രാഖി രവികുമാറിന് പറയാൻ കഴിയുമോ അത് തീർത്തും അനാവശ്യമായ ഒരു പരാമർശമായിരുന്നുവെന്ന്? പീഡനത്തിന്റെ തോത് അളക്കുന്ന നയത്തോട് എതിർക്കാൻ കഴിയുമോ? ഏത് രാഷ്ട്രീയ നേതാവും സ്ത്രീകൾക്കെതിരെ എന്ന് മാത്രമല്ല ഒരു സമരത്തിനെതിരെയുമൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരവും വിചാരവുമാണ്. അതിന് ഞാൻ ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പൊതുസമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ വാർത്തകൾ അല്ലെങ്കിൽ വാക്കുകളെ അതിനെ കാണരുത്. അതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിന് വരുന്ന നിരവധി വ്യക്തികളെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ പറയുന്ന കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ നിങ്ങൾ കാണുകയാണ്. കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ നമ്മൾ കാണുകയാണ്. കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ നമ്മൾ കാണുകയാണ്. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന നിരവധിയായിട്ടുള്ള കേരളം കേണപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പറയാത്തതെന്ന് നിങ്ങൾക്ക് വേണ്ടത് കിട്ടുമെന്ന് പറയുന്ന മന്ത്രിമാരെയും നമ്മൾ കാണുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായതുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാം എന്നുള്ളത് ഞാൻ പറയില്ല. ഞാൻ സ്ത്രീയാണ്, ഒരു സ്ത്രീപക്ഷവാദിയാണ്, ഒരുപക്ഷെ സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരാളും പറഞ്ഞ അത്തരത്തിലുള്ള വാക്കുകളെ ഞാൻ അംഗീകരിക്കില്ല. അത് BJP രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞാലും ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും ഒരു തരത്തിലും ഞാൻ അത്തരത്തിലുള്ള വാദങ്ങളെ ന്യായീകരിക്കുന്ന ആളല്ല. ശരി, നല്ല കാര്യം. അത് തുടർന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം വളരെ മുന്നോട്ട് പോയി കേരളം എന്ന് പറയുമ്പോൾ ഇതുവരെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥമായ സത്യം.